ഡീ അപ്പോട്ടിന്റെ കല്യാണം നീ കണ്ടാ? ആ പറഞ്ഞു പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല. ആ അതെയാ, പിന്നെന്താ വേറെ വിശേഷം? ഓ അത് ശരി, ഒന്നും പ്രശ്നമില്ല, നീ പറഞ്ഞു സംസാരിക്കണമെന്ന്. ഓ അങ്ങനെയാ. ഓ അത് ശരി. ഡീ ഭക്ഷണം വേണ്ടി നിനക്ക്? എനിക്കിപ്പോ വേണ്ട, ഞാൻ കുറച്ച് തിരക്കിലാണ്. ആ നീ പറ, അത് അമ്മ വിളിച്ച്. നീ തുറക്ക്, എന്ത് തിരക്കാണ് നോക്കട്ടെ. തുറക്ക്, സമയം 2 മണിയായി. എപ്പൊ കയറിയാണ് ഇതിനുള്ളില്? എന്താണ്? നീ കുറെ നേരമല്ലേ, 12 ആകുമ്പോ കയറുതല്ലേ ഇതിനുള്ളില്? എനിക്ക് പഠിക്കാനുണ്ട്. എന്ത് ഫോണും കൊണ്ടാണ് പഠിക്കണത്? എന്റെ ഫോണിലല്ലേ എല്ലാം പഠിക്കാനുള്ളത്. നീ എന്തിനു പഠിക്കുമ്പോ ഏത് നേരം വാതിലടയ്ക്കണത്? അതെന്താ വാലടയ്ക്കാൻ പറ്റില്ലേ? ഇവിടെ വല്ല കുട്ടികൾ എഴഞ്ഞു വരുന്ന കുട്ടികളോ അല്ലെങ്കിൽ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? അവിടെ ഞാനും വെച്ചിട്ട് നീയും അല്ലേ ഉള്ളൂ. പിന്നെ ഈ പഠിക്കുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ ഈ വാതിൽ കുറ്റിയിട്ട് എന്തിനാ കിടക്കുന്നത്? എന്താണ് വാതിലടച്ച് പഠിച്ച എന്താ പ്രശ്നം? ഭൂമി ഇടിഞ്ഞു വീഴോ? ഭൂമി ഇടിഞ്ഞു വീഴില്ല. വാതിൽ തുറന്ന് പഠിച്ചു പറഞ്ഞാൽ ഭൂമി ഇടിഞ്ഞു വീഴോ? എനിക്ക് വാതിലടച്ച് പഠിക്കാനേ പറ്റുള്ളൂ. അതെന്താ? അത് അറിവ് ജനലിനുള്ളിൽ കൂടെ അല്ലെങ്കിൽ ഏതി കൂടി പോകുമ്പോഴാണ് ഈ വാതിലടച്ച് പഠിക്കുന്നത്. വാതിൽ തുറന്ന് വേറെ ഏതെങ്കിലും കുട്ടികളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ശല്യം ചെയ്യാൻ ഇവിടെ ഉണ്ടെങ്കിൽ ശരി, ഏത് നേരം എന്തിനാ വാതിലടയ്ക്കണത്? ഇത് എന്റെ വീടല്ലേ, അപ്പൊ എന്റെ ഇഷ്ടല്ലേ? നിന്റെ വീടാണ്, അതുകൊണ്ട് നിനക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിൽ പഠിക്കും. എന്തിനീ വാതിലിട്ട് നീ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഞങ്ങൾ തീരെ കൂടെ വെക്കണില്ല, നിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ നീ എന്തിനു ഏത് നേരം ഫോണും അതിൻ്റെ ഉള്ളിലും നീ വാതിലടയ്ക്കും? എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? എനിക്ക് വാലടച്ച് പഠിക്കാനേ പറ്റുള്ളൂ. ഇതെന്താ ജയിലാണ്? എനിക്കൊരു സ്വാതന്ത്ര്യം പറയണ സാധനമില്ല. ഞാൻ വലിയ ഡിപ്രഷൻ ആവുംട്ടോ ഇങ്ങനെ ആയി കഴിഞ്ഞാ. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്? ഏതെങ്കിലും വഴി ഇപ്പൊ എവിടെയെങ്കിലും പോയി തെറ്റിദ്ധാരി ഓരോ പ്രശ്നങ്ങളിൽ പെടണ്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലായത്? നിങ്ങൾ ഓരോ പ്രശ്നങ്ങളിൽ പോയി പെടണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഓരോന്ന് പിന്നാലെ നടന്ന് പറഞ്ഞു തരുന്നത്. എന്തിനാണ് ഈ പഠിക്കുമ്പോ എപ്പോഴും ഈ വാതിൽ അടച്ചിട്ട് ഫോൺ എടുത്ത് വെച്ച് ഈ ഫോൺ കുറെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതെന്റെ ഫ്രണ്ട്സ് ആണ്, അതിനിപ്പോ എന്താണ് സംസാരിക്കാൻ പറ്റും? അതെ, എനിക്കറിയാം എന്റെ കാര്യം നോക്കാൻ. ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. അമ്മന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഞാൻ പറയട്ടെ, ഭഗവാൻ ഇത് എന്തിലൊക്കെ പോയി വിടാനുള്ളതാണാവോ? ഇത്രയും ഉണ്ടാകുമ്പോൾ നമുക്ക് തല്ലി പഠിപ്പിക്കുക. ഇത് 10, 18, 19 വയസ്സായ പെമ്പിള്ളേരിനെ എന്താ ചെയ്യുക? നമുക്ക് അതിന്റെ അപ്പം നമ്മളെക്കാളും വലിയ കൂട്ടമാണല്ലോ കൂടുന്നത്. ഈശ്വര.